Hello examiner family. നമ്മളെല്ലാവരും ഓണം എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എക്സാംസ് എല്ലാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റി എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ കമന്റ്സിലൂടെയും അറിയിക്കുന്നുണ്ട്. നമ്മളുടെ മാരത്തോണുകളൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. ഓണം എക്സാമിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അതെനിക്ക് കോൺഫിഡൻസോട് കൂടെ എഴുതാൻ പറ്റുന്നുണ്ട് എന്ന് എൻ്റെ കുട്ടികൾ പറയുന്നത് അല്ലേ, പല രീതികളിലായിട്ട് നമ്മളെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇതിലും അടിപൊളിയായിട്ട് ഇനിയുള്ള എക്സാമുകൾ നന്നായിട്ട് തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്കിനി അടുത്ത വരുന്ന അല്ലേ 2 എക്സാംസ് എന്ന് പറയുന്നത് മൺഡേ ആൻഡ് ട്യൂസ്ഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സബ്ജക്ട്സിൻ്റെ എക്സാമുകളാണ്, ബയോളജിയും അതുപോലെ തന്നെ ഫിസിക്സും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫിസിക്സിന് അപ്പോൾ ബയോളജിയുടെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ മൺഡേ ബയോളജി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ഫിസിക്സ് എക്സാം ആണല്ലേ. അപ്പം ഈ മൺഡേയിലെയും ട്യൂസ്ഡേയിലെയും ബയോളജി ഫിസിക്സ് എക്സാംസ് നമുക്ക് എങ്ങനെയാണ് നന്നായിട്ട് പഠിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ നമ്മൾ പഠിക്കണം അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനോട് കൂടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെ ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അല്ലെ, പുറകോട്ടേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നമ്മൾ അതിന് അനുവദിക്കില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ എക്സാം വിന്നറിൻ്റെ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ 2 എക്സാംസും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ എഴുതാൻ വേണ്ടി പറ്റും. ഫുൾ ഓൺ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് കൊടുത്ത് എക്സാം ഹാളിൽ നിന്നും കോൺഫിഡൻസോട് കൂടെ തന്നെ തിരിച്ചിറങ്ങി വരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇനി നമുക്ക് 3 ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്, ഇന്ന്, നാളെ ആൻഡ് നെക്സ്റ്റ് ഡേ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ നമുക്ക് ഈ 3 ദിവസങ്ങളുണ്ട്. ആൻഡ് മൺഡേയും ട്യൂസ്ഡേയും നമുക്ക് എക്സാമുകളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇന്നത്തെ ദിവസം ഫ്രൈഡേ എന്ന് പറയുന്നത് നമ്മൾ ബയോളജിക്ക് വേണ്ടി ഒരിക്കലും മാറ്റി വെക്കരുത്. നമ്മൾ ഇന്ന് ഫിസിക്സിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫിസിക്സിന് നമുക്ക് ടൈമില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എന്തിനു വേണ്ടി മാറ്റി വെക്കുകയാണ്, നമ്മുടെ ഫിസിക്സിന് വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പം ഇന്ന് നിങ്ങൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫിസിക്സിൻ്റെ നമുക്കറിയാം 4 ചാപ്റ്റേഴ്സ് ആണ് എക്സാമിനുള്ളത്. അപ്പോൾ ആ ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ചാനലിൽ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളും ഉണ്ട്, 1 ഷോട്ടുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നിങ്ങൾ കണ്ടു നോക്കി എവിടെയാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് നല്ലപോലെ പഠിച്ചതിന് ശേഷം കൃത്യം 7:30 നമ്മുടെ ചാനലിലേക്ക് ഓടി വരാൻ. നിങ്ങൾക്കറിയാം നമുക്കിന്ന് ഫിസിക്സ് ഫുൾ ചാപ്റ്റർ റിവിഷൻ മാരത്തോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫിസിക്സിൻ്റെ ചാപ്റ്റേഴ്സ് നമ്മൾ അടിപൊളിയായിട്ട് ഇന്ന് റിവൈസ് ചെയ്യും. കംപ്ലീറ്റ് ഡെറിവേഷൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇന്ന് ഫുൾ ചാപ്റ്റർ, അതായത് ഒന്നും പഠിച്ചിട്ടില്ല, ചാപ്റ്ററിൽ ഇനിയും പല ഡൗട്ടുകളും ഉണ്ട് എന്നുള്ള മക്കൾ ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം ഇന്നത്തെ 7:30 ലൈവ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും മക്കളെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. അതിനുശേഷം നമ്മൾ അല്ലെ പരീക്ഷയുടെ തലേ ദിവസം നന്നായിട്ട് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇതുപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല ഒരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം മാത്രം റെസ്റ്റ് എടുക്കുക. നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് സമയമാണ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എക്സാമിൻ്റെ ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ സമയം പഠിക്കാൻ വേണ്ടി തന്നെ എന്ത് ചെയ്യാം കൊടുക്കുക. എന്ന് വെച്ചാൽ ഓവർ സ്ട്രെസ് ചെയ്യണം അല്ലെങ്കിൽ ഓവർ അല്ലേ നിങ്ങൾ ടെൻഷൻ ആവണം എന്നല്ല മിസ് പറയുന്നത്. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ലപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പം അതുകൊണ്ട് സ്കൂൾ വിട്ട് വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നിങ്ങൾ സ്നാക്സും അല്ലെ ടീ ഒക്കെ കുടിച്ചതിന് ശേഷം ഡയറക്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിരിക്കുക. ഫിസിക്സിലെ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യുക. 7:30 കൃത്യം നമ്മുടെ ഫുൾ ചാപ്റ്റർ റിവിഷൻ മാരത്തോണിലേക്ക് വരാം. എലക്സാറും നമ്മുടെ അനുശ്രീ മിസ്സും ദിൽഷ മിസ്സും ഒക്കെ ഉണ്ടാവും. നമുക്ക് അടിച്ചു പൊളിച്ച് എന്ത് ചെയ്യാം, ചാപ്റ്റർ റിവൈസ് ചെയ്യാം. അതിനുശേഷം സാറ്റർഡേ, അതായത് സാറ്റർഡേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ഡേ ഉണ്ട് അല്ലേ. ഇപ്പോൾ ഫുൾ ഡേ ഉള്ളതുകൊണ്ട് രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്സിന് വേണ്ടി തന്നെ മാറ്റി വയ്ക്കുക. നമ്മുടെ ലൈവൊക്കെ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അവിടെ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഉച്ച വരെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു 8 മണി തൊട്ട് ഒരു 12 മണി വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫിസിക്സിൻ്റെ ഡെറിവേഷൻസ് ഒക്കെ ഒന്നുകൂടെ ചെയ്ത് നോക്കുക. നമ്മുടെ 1 ഷോട്ടുകളും വീഡിയോകളും ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതെല്ലാം നോക്കി ഒന്ന് ഫിസിക്സിനെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഫുൾ എന്തോ ചെയ്യാം, നമ്മുടെ ബയോളജിക്ക് വേണ്ടി മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം 1 മണി തൊട്ടിട്ട്, അതായത് നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ബ്രേക്കൊക്കെ എടുക്കണം കേട്ടോ. മിസ് ഇവിടെ ജസ്റ്റ് 8 to 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് മൊത്തം നിങ്ങളിരുന്ന് പഠിക്കണം എന്നല്ല മിസ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്ക് എടുക്കണം, വെള്ളം കുടിക്കണം, റിലാക്സ് ചെയ്യണം. ഓക്കെ,
അതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം കംപ്ലീറ്റ്ലി നിങ്ങൾ ബയോളജിക്ക് വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ ബയോളജിയിൽ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ലൈവിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നിങ്ങൾ വൺ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് സ്വന്തമായിട്ട് നോക്കി വെക്കുക. എവിടെയൊക്കെയാണ് എനിക്ക് ഡൗട്ട്സ് ഉള്ളത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. അതിനുശേഷം 7:30 കൃത്യം 7:30 സാറ്റർഡേ 7:30 നമ്മുടെ ബയോളജി ഫുൾ ചാപ്റ്റർ റിവിഷൻ ലൈവ് ഉണ്ടായിരിക്കും. മാരത്തോൺ ആണ് മക്കളെ, ഫുൾ ചാപ്റ്റർ റിവിഷൻ മാരത്തോൺ ആണ്. ബയോളജി ടീമാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഡൗട്ട് ഉള്ളത്, എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതൊക്കെ എൻ്റെ കുട്ടികൾക്ക് അടിപൊളിയായിട്ട് നമ്മുടെ അർച്ചന മിസ് നയിക്കുന്ന നമ്മുടെ ബയോളജി ടീം എന്താണ് അടിപൊളിയായിട്ട് പറഞ്ഞു തരും. ഓക്കെ ആണല്ലോ. അതിനുശേഷം നമുക്ക് സൺഡേ ആണുള്ളത്. നിങ്ങൾക്കറിയാം സൺഡേ നമ്മൾ ഫുൾ ബയോളജിക്ക് വേണ്ടി മാറ്റി വെക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ തൊട്ട് നിങ്ങൾ നല്ല പോലെ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, നല്ല പോലെ പഠിക്കുക. വൈകുന്നേരം വരെ ബയോളജിയുടെ റിവിഷൻ. നിങ്ങൾക്കറിയാം അതിൻ്റെ തലേ ദിവസം ഫുൾ ചാപ്റ്റർ ആണ് നമ്മൾ റിവൈസ് ചെയ്തത്. അപ്പോൾ ആ റിവിഷൻ ചെയ്യുമ്പോൾ അതിനൊന്നുകൂടെ നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ലൈവ് കണ്ട് എല്ലാ കോൺസെപ്റ്റ്സുകളും ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇരിക്കുക. ഒരു രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുക. ഇടയിൽ ഇൻ്റർവെൽസ് എടുക്കുക. നല്ലപോലെ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ സമയം എടുക്കുക. നല്ലപോലെ ഫുഡ് കഴിക്കുക. ഒരുപാട് വെള്ളം കുടിക്കുക. ഓവർ സ്ട്രെസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് സമയമുണ്ട് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യാം, ഉറപ്പിക്കുക. അല്ലാതെ ഓവർ ടെൻഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് സമയമുണ്ട്, നമ്മൾ നന്നായിട്ടാണ് പഠിച്ചു പോകുന്നത്, നമ്മൾ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്കിലാണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക. അതിനുശേഷം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ബയോളജി പഠിക്കാം. ഓക്കെ, നന്നായിട്ട് ബയോളജി പഠിച്ചതിന് ശേഷം 7:30 നിങ്ങൾ വരണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയോളജി ക്വസ്റ്റ്യൻസിൻ്റെ മാരത്തോൺ ആയിട്ടാണ്, അതായത് എക്സാമിന് ചോദിക്കുന്ന ഓണം എക്സാമിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ബയോളജി ടീം എടുത്തിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ആ മാരത്തോൺ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അതിൻ്റെ കൂടെ തന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെയും മാരത്തോൺ ഉണ്ടായിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസുകാർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കുള്ള മാരത്തോൺ ഇവിടെ റെഡിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടർ സയൻസ് മാരത്തോണിന് വേണ്ടി നിങ്ങൾ റെഡി ആവുക. ഓക്കെ ആണല്ലോ. അതിനുശേഷം മൺഡേ അല്ലേ, മൺഡേ രാവിലെ നിങ്ങൾക്കറിയാം മൺഡേ നമ്മുടെ എക്സാം ആണ് ബയോളജിയുടെ. അപ്പോൾ മൺഡേ രാവിലെ നമ്മുടെ ബൂസ്റ്റർ റിവിഷനായിട്ട് ബയോളജി ടീം വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ രാവിലെ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഡോസ് ബൂസ്റ്റർ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ കുട്ടികൾക്ക് രാവിലെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് ഒന്ന് റിഫ്രഷ് ചെയ്ത് നമ്മുടെ ബയോളജി ടീം തരും. ഫുൾ ഓൺ കോൺഫിഡൻസ് അതുകൂടെ കേട്ട് കഴിഞ്ഞാൽ മതി. അതുമാത്രം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല പോലെ എക്സാമിന് പോവുക. അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, എക്സാം എഴുതി തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഫിസിക്സ് ടീം ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും നമുക്ക് അടിപൊളി മാരത്തോണിന് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് വൈകിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കും, നമ്മുടെ ഫിസിക്സിൻ്റെ മാരത്തോൺ ഉണ്ടായിരിക്കും. അപ്പം നെക്സ്റ്റ് ഡേ അതിൻ്റെ ബൂസ്റ്റർ ഉണ്ടായിരിക്കും. ഇതാണ് നമ്മളുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം ഈ ദിവസങ്ങളിൽ നമ്മൾ അടിപൊളിയായിട്ട് എക്സാം വിന്നറിൻ്റെ കൂടെ പഠിക്കാൻ വേണ്ടി പോവാണ്. ഈ ബയോളജി ആൻഡ് ഫിസിക്സ് എക്സാം നമ്മൾ തകർത്ത് വാരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫുൾ ഓൺ കോൺഫിഡൻസിൽ ഇതേപോലെ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക മക്കളെ. നന്നായിട്ട് ഈ ദിവസങ്ങളിൽ പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് യൂട്യൂബ് വീഡിയോസ്, റാൻഡം യൂട്യൂബ് വീഡിയോസ് ഒന്നും കാണാതിരിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ഏതാണോ പഠിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ ബുദ്ധിമുട്ടുള്ളത് അത് മാത്രം നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ പുതുതായിട്ടുള്ള റാൻഡം യൂട്യൂബ് വീഡിയോസിലേക്കൊന്നും പോവാതിരിക്കുക. നിങ്ങളുടെ സമയം അവിടെ നഷ്ടപ്പെടും. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം നമ്മളുടെ ചാനലിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഓരോ വൺ ഷോട്ടുകളും കാണാൻ പറ്റും. +2 വൺ ഷോട്ട് ഉണ്ട്, അതുപോലെ തന്നെ മാത്സ് വൺ ഷോട്ട് കണ്ടോ. എല്ലാത്തിൻ്റെയും ബയോളജിയുടെയും അതുപോലെ തന്നെ ഫിസിക്സിൻ്റെയും വൺ ഷോട്ടുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ ബയോളജി ആണെങ്കിൽ ആ ബയോളജിയുടെ പ്ലേലിസ്റ്റ് നോക്കുക, വൺ ഷോട്ടുകളുണ്ട്, വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെയാണ് ഫിസിക്സിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി പാർട്ടുകളായിട്ടും വൺ ഷോട്ടുകളായിട്ടും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം നിങ്ങൾ നോക്കുക. അല്ലാതെ റാൻഡംലി നിങ്ങൾ ഒരുപാട് വീഡിയോസിലേക്കും ഒരുപാട് ലൈവിലേക്കും ഈ അവസാന നിമിഷം പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് അങ്ങനെ ചെയ്യുക. റഷ് ചെയ്യാതിരിക്കുക. സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി തന്നെ നീങ്ങുക. ഇടയിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി എന്തായാലും ഓർക്കുക. സ്ട്രെസ് ചെയ്യാതിരിക്കുക. ഒരുപാട് വെള്ളം കുടിക്കുക. ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. സമാധാനത്തോടു കൂടെ പഠിക്കുക. ഓക്കെ, അപ്പം അത്ര മാത്രമാണ് മിസ്സിന് പറയാനുള്ളത്. എല്ലാവരും നമ്മുടെ മാരത്തോണിന് വേണ്ടി റെഡി ആവുക.
റിവിഷൻ ചെയ്യുക, നമുക്ക് അടിച്ചു പൊളിച്ച ഫിസിക്സും ബയോളജിയിലും ഫുൾ മാർക്ക് തന്നെ ഈ ഓണം എക്സാമിന് ഉറപ്പിക്കാം. ഓക്കെ, അപ്പം മാക്സിമം ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. ലൈവിന് എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.